പുതിയ വെന്യൂവിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ടുള്ള HX5 വേരിയൻ്റ് ആണിത്. കാരണം എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു വേരിയൻറ്റ് ഈ HX5 വേരിയൻ്റ് ആണ്. പുതിയ വെന്യൂവിലേക്ക് വന്നപ്പോൾ ബാക്കിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പക്ക ബ്രാൻഡ് ന്യൂ ഡിസൈൻ തന്നെ പറയാം. ഈ ഒരു വേരിയൻറ്റിൽ ബാക്കിൽ നിന്ന് എനിക്ക് കുറവായിട്ട് ഫീൽ ചെയ്ത് ബാക്കിലെ വൈപ്പർ മാത്രമാണ്, മറ്റെല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഈ വേരിയൻറ്റിൽ നമുക്ക് വരുന്നില്ല. ഇത് ടർബോ വേരിയൻ്റ് ആണ്, അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 ഇഞ്ച് ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അലോയ്സ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകൾ കൊടുത്തിരിക്കുന്നു. കീലെസ് എൻട്രി ഇക്കോ സെൻസർ വരുന്നുണ്ട്. സൺ റൂഫ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് അതിൻ്റെ ഒരു DCT എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഫ്രണ്ടിലേക്കൊക്കെ വന്ന് വശങ്ങളിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. കാരണം ഇതിന് വീൽ ബേസ് തന്നെ 2520 mm ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിലെ ബാക്ക് സീറ്റിൽ കൂടുതൽ സ്പേസ് കിട്ടി എന്നുള്ളത് തന്നെയാണ്. പഴയ വെന്യൂവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു കൺസേണും ബാക്ക് സീറ്റിൽ സ്പേസ് ഇല്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഹ്യുണ്ടായി പരിഹരിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വശങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ എവിടേക്കോ നമുക്കൊരു ക്രെട്ടയുടെ ലുക്കൊക്കെ ഫീൽ ചെയ്യും. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് വെന്യൂവിൻ്റെ നമ്മുടെ എക്സ്റ്ററിൻ്റെ ഒക്കെ ചെറിയൊരു ചായ്വ് വരുന്നുണ്ട്. പക്ഷേ പഴയ വെന്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബിഗർ ആൻഡ് ബോൾഡർ ആയിട്ടുള്ളൊരു വാഹനമാണ് പുതിയ വെന്യൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ വിത്ത് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. താങ്ക്